ും അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ കൗണ്ടിംഗ് നടക്കുന്നിടത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ സമ്മർദ്ദമാക്കുന്ന രീതിയിലുള്ള BJPയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ട്രെൻഡ്സ് കൃത്യമായിട്ട് നൽകുന്നില്ല എന്നുള്ളതാണ് BJPക്കെതിരായിട്ടുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അത് ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പരാതിയാണ്. ഓരോ സ്ഥലത്തു നിന്നും കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ വരുന്നില്ല. 9 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഇങ്ങനെ ഈ കൗണ്ടിങ് അതിൽ സാവധാനത്തിലാക്കി മാറ്റുകയുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓവർ ദ ലാസ്റ്റ് 2 hours ഫ്രം 9 AM to 11 AM എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഡിലേ ഉണ്ടായിട്ടുണ്ട്, സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ. ഈ ഒരു പരാതിയാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന ഈ കത്തിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ആദ്യം ജയറാം രമേശാണ് ഈ വിഷയം ട്വീറ്റ് ചെയ്തത്. എന്തായാലും കോൺഗ്രസ് പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും മഞ്ജുഷ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കൗണ്ടിംഗ് നടക്കുമ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാരുണ്ട്. കോൺഗ്രസിന്റെ കൗണ്ടിംഗ് ഏജന്റുമാർ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീനുകൾ കൗണ്ടിങ്ങിനായി എത്തിക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ സീലുകൾ പൊട്ടിക്കുന്നത്, പിന്നീട് VVPAT ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നത്. അങ്ങനെ എന്തായാലും കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. പക്ഷേ മഞ്ജുഷ, ഒരു കാര്യം വ്യക്തമാണ്. സാധാരണ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ ഈ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കൊക്കെ കടക്കേണ്ട ഒരു സമയത്ത് പോലും അതിന് സാധിക്കാതെ പോകുന്നത് കൃത്യമായൊരു ഫലം പുറത്തു വരുന്നില്ല എന്നതുകൊണ്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതിക്ക് കഴമ്പുണ്ടോ എന്നത് അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രേക്ഷകരുമായി കൃത്യമായി പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് മഞ്ജുഷ, പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും ഡേറ്റകൾ അനലൈസ് ചെയ്യുന്നതിനും ഡേറ്റകൾ എൻട്രി ചെയ്യുന്നതിനും ചെറിയ കാലതാമസം ഉണ്ടാകും എന്നതും ശരി തന്നെയാണ്. അവിടെ അതിനെയും പ്രധാനപ്പെട്ടതായി കാണേണ്ടതുണ്ട്. ചെറിയ തോതിലെങ്കിലും കാലതാമസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ അതിന് സാധ്യതയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. കാരണം ഓരോ റൗണ്ടും പ്രധാനപ്പെട്ടതാണ്. പ്രതീക്ഷകൾക്ക് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാർ കൂടുതൽ വ്യക്തതയും കൃത്യതയും ആവശ്യപ്പെടും. അതിനുശേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലായി ഈ ഡേറ്റ പങ്കുവെക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മഞ്ജുഷ, അത്തരം സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. കാരണം ചില മേഖലകളിൽ ഒക്കെ വളരെ കൃത്യമായി വോട്ടുറപ്പിക്കാൻ സാധിച്ചു എന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന പ്രദേശത്ത് തിരിച്ചടിയുണ്ടായാൽ അത് കൗണ്ടിംഗ് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉളവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടി പരിശോധിക്കാൻ അവർ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെയുണ്ടാകുന്ന കാലതാമസം ഉണ്ടായേക്കാം. പക്ഷേ ഇത് ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ പ്രക്രിയയെ ഏറെ താമസിപ്പിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഡേറ്റകൾ ഇപ്പോഴും കൃത്യമാണ്, വ്യക്തമാണ്. അത് പ്രകാരം 49 സീറ്റുകളിൽ ഇപ്പോഴും BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് 36 സീറ്റുകളിൽ ഇപ്പോഴും മേൽക്കൈ നേടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 സീറ്റുകൾ കോൺഗ്രസിന് അധികമുണ്ട്. പക്ഷേ അത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ സീറ്റാക്കി മാറ്റാൻ അതിനെ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ 3 ഇടത്തു മാത്രമാണ് മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 സീറ്റുകളുടെ കുറവ് അല്ലെങ്കിൽ 5 സ്വതന്ത്രരുടെ കുറവ് ആണ് ഉണ്ടാകുന്നത്. 8 സ്വതന്ത്ര ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത് എങ്കിൽ ഇത്തവണ സ്വതന്ത്രരുടെ വോട്ടുകൾ അല്ലെങ്കിൽ സ്വതന്ത്രർക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം INLDയുടെ നേട്ടം 1 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. BSP എന്നത് 1 സീറ്റിലേക്ക്, അങ്ങനെ 2 സീറ്റുകൾ എന്നുള്ളതാണ്. AAPയുടെയും JJPയുടെയും വോട്ട് വിഹിതം തന്നെയായിരിക്കാം വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വേണം നമുക്ക് അന്തിമഘട്ടത്തിൽ വായിച്ചെടുക്കാൻ. അതുകൊണ്ടായിരിക്കണം, അതായത് ഈ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയത് ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകൾ ആണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ച് AAP നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പഞ്ചാബ് അതിർത്തി പ്രദേശമാണ്, അതിർത്തി സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമ്പോൾ പോലും വലിയ വോട്ട് സ്വാധീനമില്ല എങ്കിൽ പോലും ഈ വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് മേൽക്കൈ നേടാൻ സാധിക്കുമായിരുന്നു. നേരത്തെ കിരൺ അടക്കം റിപ്പോർട്ട് ചെയ്തപ്പോൾ വോട്ട് ഷെയർ എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സീറ്റുകൾ പിന്നിലാണ് എങ്കിലും കോൺഗ്രസിനാണ് ഹരിയാനയിൽ കൂടുതൽ വോട്ട് ഷെയർ ലഭിച്ചിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ എങ്കിലും ഫലം വരുമ്പോൾ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടാകാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റു മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടായിരിക്കാം
BJP മുന്നിട്ട് നിൽക്കുന്നത്. അതായിരിക്കാം അങ്ങനെ വോട്ട് ഷെയറിന്റെ കണക്ക് മാറുന്നത്. അവിടേക്ക് AAP നേടിയ വോട്ടുകൾ കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ AAPയുടെയും JJPയുടെയും സാന്നിധ്യം ആർക്കാണ് തിരിച്ചടി സൃഷ്ടിച്ചത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 മണിക്കൂറിനോട് അടുക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. അപ്പോൾ മുതലുള്ള വളരെ കൃത്യമായ ഡേറ്റകൾ ആണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം ആണ് BJP 49 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 46 സീറ്റുകളേക്കാൾ 3 സീറ്റുകൾ അധികം നേടിക്കൊണ്ട് BJP ഹരിയാനയിൽ ഹാട്രിക് കുറിക്കുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നത്. സർക്കാർ രൂപീകരണ നീക്കങ്ങൾ അവിടെ ആരംഭിക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒരിക്കൽ കൂടി താൻ മുഖ്യമന്ത്രിയാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് സൈനി നേരത്തെ പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം പുതിയ സർക്കാർ രൂപീകരിക്കുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ജാതി മത സമവാക്യങ്ങളെ എങ്ങനെ സന്തുലനമാക്കി നിർത്തും എന്നത് പ്രധാനപ്പെട്ടതുപോലെ തന്നെ ഇനി അപ്ഡേറ്റിലോ ഇപ്പോഴും വ്യത്യാസം